ബജറ്റിൽ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകില്ല എന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നത് പരിഗണിക്കുന്നത് സംബന്ധിച്ച സമിതിയുടെ റിപ്പോർട്ട് വൈകുന്നത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിവരങ്ങൾ വ്യക്തമാകാത്തതുകൊണ്ടാണ്. ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ പഴയ നിലപാട് തന്നെ. ആവശ്യമായ കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നും ധനമന്ത്രി 24-നോട് പറഞ്ഞു. സർക്കാർ ജീവനക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ മാന്യമായ പെൻഷൻ ലഭിക്കണം. അതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ഒരു അഷ്വേർഡ് പെൻഷൻ സമ്പ്രദായം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ട് ഈ പുതുതായിട്ട് ഇപ്പോൾ അവർ പറഞ്ഞേക്കുന്ന കാര്യം അടക്കം എടുത്ത് അഷ്വേർഡ് പെൻഷനിലേക്ക് എത്താൻ പറ്റുന്നതിന് നിയമപരമായ ഒരു പരിരക്ഷ വേണം. ഇതിനകത്ത് വെറുതെ ഒരു പ്രസംഗം നടത്തി അങ്ങ് പോകാൻ പറ്റുന്നതല്ല. ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കണം. അതിൻ്റെ നിയമപരമായ കാര്യങ്ങളാണ് നോക്കുന്നത്. ആ കാര്യത്തിലേക്ക് അഷ്വേർഡ് പെൻഷൻ എന്നുള്ള കാര്യത്തിനകത്ത് ഞങ്ങൾ വിട്ടുവീഴ്ചയില്ല. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ധനമന്ത്രി ഉൾപ്പെടെയുള്ള സമിതി യോഗം ചേർന്നിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിവരങ്ങൾ ഇക്കാര്യത്തിൽ പ്രധാനമാണ്. അതിനായി കാക്കുകയാണെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ കുറേ കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അവർ പെൻഷൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തും, ചില ശതമാനം കൂട്ടുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്കും കാര്യങ്ങളില്ല. ഞങ്ങൾ അവിടെ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. രാജസ്ഥാനും പഞ്ചാബും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒരിടത്തും പ്രായോഗിക തലത്തിൽ എത്തിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതൊരു സങ്കീർണമായ ഒരു സ്ഥിതിയിലാണ് കിടക്കുന്നത്. ഞങ്ങൾ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ട് ഈ കാര്യത്തിനകത്ത് ഒരു കാൽക്കുലേഷൻ നടത്തി കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ആഗ്രഹിക്കുന്നത്, ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഒരൊറ്റ സംസ്ഥാനവും റിവേഴ്സ് ചെയ്തിട്ടില്ല. പ്രാക്ടിക്കലി നടക്കുന്നില്ല. സർക്കാർ ജീവനക്കാരുടെ പുതിയ ശമ്പള പരിഷ്കരണത്തിലുള്ള സമയമായിട്ടും കമ്മീഷൻ നിയോഗിക്കാത്തതിനെ പറ്റിയുള്ള ചോദ്യത്തിന് ഇതാണ് ധനമന്ത്രിയുടെ പ്രതികരണം. ശമ്പള പരിഷ്കരണം സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും ഇതുവരെ മുൻപുള്ളതിനേക്കാളും വ്യത്യസ്തമായൊരു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമീപനത്തിൽ മാറ്റമില്ല. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ കളക്റ്റീവായിട്ട് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ആർ. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.